എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്ററിലേക്ക് സ്വാഗതം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് നോക്കാം. Page of Swords, Devil, Four of Pentacles, Queen of Cups, Six of Swords, Ten of Wands, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് സോഡ്സ് ആൻഡ് സിക്സ് ഓഫ് സോഡ്സ് എനർജിയാണ്. മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. ജീവിതത്തിൽ വിചാരിച്ച ലെവലിലേക്ക് നിങ്ങൾക്ക് മുന്നേറാനായിട്ട് പറ്റുന്നു എന്നതിൻ്റെ ഒരു തൃപ്തി കൂടിയിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഏത് വഴിയാണോ സഞ്ചരിക്കേണ്ടത്, ആ ഒരു വഴി ഇല്ല, ആ വഴിയിലൂടെ അല്ല നമ്മൾ സഞ്ചരിക്കുന്നത് എങ്കിൽ ചില സമയങ്ങളിൽ ആ ഒരു പ്രപഞ്ചശക്തി നമ്മളുടെ മുന്നിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും. കാരണം നമ്മൾ ആ വഴി ഇന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തടസ്സങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ട് എങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ ശരിയായിട്ടുള്ള പാതയിലല്ല സഞ്ചരിക്കുന്നത്. ആ പാതയിൽ നിന്ന് നിങ്ങളെ പിന്തിരിച്ച് കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാവാം അവിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റു വഴികൾ എന്താണ് എന്ന് നോക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഇതിനെ ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയും എന്താണ് ഇനി മുന്നോട്ടേക്ക് പോകാൻ മറ്റു വഴികൾ ഏതാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും മറ്റു വഴികളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടേക്കാണ് പോകുന്നത്. ഒരു റീഅലൈൻമെൻ്റ് ഉണ്ട്. അപ്പോൾ അതായത് പോകുന്ന വഴി എന്നുള്ള രീതിയിൽ ഒറ്റയടിക്ക് എളുപ്പം പോകാൻ പറ്റില്ല, വഴി മാറിപ്പോകുക. ഇപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തെങ്കിലും റോഡ് പണി നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വഴി മാറിപ്പോകേണ്ടി വരും. അതായിരിക്കും നമ്മളുടെ ശരിയായിട്ടുള്ള വഴി. ആ ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ മുന്നോട്ടേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ലെവലിനേക്കാൾ കൂടുതൽ മികച്ച ഒരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാവും. നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ടാവും. ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, അതായത് ആത്മീയമായിട്ടുള്ളൊരു മാറ്റം നിങ്ങളിൽ കൊണ്ടുവരുന്ന ഒരു സമയമാണ്. അതായത് ഈ സമയത്തൊരു ഒറ്റപ്പെടലല്ല, മറിച്ച് നിങ്ങളുടെ ഒരു സീക്രറ്റ് അലോൺനെസ് എന്ന് പറയാം. അതായത് വളരെ പവിത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ മാത്രമേ സാധ്യമാകുന്നുള്ളൂ. കാരണം പ്രത്യേകിച്ച് ആത്മീയതയിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കണമെങ്കിൽ നിങ്ങളത് ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കാകുന്നത്. അത് ഒറ്റപ്പെടലല്ല, നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, അതായത് സ്പിരിച്വലി ആണെങ്കിലും അല്ലാതെയും ഒറ്റയ്ക്ക് കൊണ്ടുപോകാനുള്ളൊരു അവസരം ഒരുക്കി തരുന്നതാണ് എന്നുള്ളത് കൂടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇതൊരു എവല്യൂഷനാണ്. അതായത് ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം അത് ഒരു കാലഘട്ടമായിരുന്നു. ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇനിയൊരു പുതിയ ജീവിതത്തിലേക്കുള്ളൊരു ചുവടുവയ്പ്പാണ് നിങ്ങൾക്ക്. ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കണമെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾക്ക് കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല സാഹചര്യങ്ങളും പല സിറ്റുവേഷൻസും ഈ ഒരു മാസത്തിൽ വന്നേക്കാം. അത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അത് നെഗറ്റീവ് അല്ല. കാരണം സ്വാഭാവികമായിട്ട് മനുഷ്യർ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ചലഞ്ചസ് അതൊരു നെഗറ്റീവ് ഫീൽ വരുന്നുണ്ട്. പക്ഷേ നിങ്ങളെ വഴിമാറി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമാണെന്ന് കൂടി മനസ്സിലാക്കാം. അതേപോലെ കരിയറിലാണ് എങ്കിൽ കൂടിയും പേഴ്സണൽ ലൈഫിലും ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് ഒരു പ്രശ്നം എന്നുള്ള രീതിയിലല്ല, ചലഞ്ചായിട്ട് കാണുക എന്നുള്ളതാണ്. അതേപോലെ ഡെവിൾ മൊമെന്റ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതാണ്. അങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ചില സൗഹൃദങ്ങൾ അകന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ അകന്നു പോകുന്ന ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് ഓവറായിട്ട് ടെൻഷൻ അടിച്ച് മുന്നോട്ടേക്ക് പോകാതിരിക്കുക. പിന്നെ ഈ പറയാനുള്ളൊരു കാര്യം, നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും ആയിക്കൊള്ളട്ടെ, അവർ ഇതുവരെ നിങ്ങളെ മുതലെടുക്കുകയായിരുന്നു. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കിയിരുന്നില്ല.
സാഹചര്യം വരുമ്പോൾ അവരായിട്ട് തന്നെ അവരുടെ മുതലെടുപ്പ് കഴിഞ്ഞു എന്ന് ചിന്തിച്ച് മാറിപ്പോകുന്നതുമാവാം. ഇതൊരു അവസരമാക്കി കണക്കിലെടുത്ത് അവരിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ജോലി സംബന്ധമായിട്ട് 4 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 6 ഓഫ് സോർട്സ് ആണ്. ജോലിയിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ട് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഒരു അപ്രിസിയേഷൻ പോലും കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ നിന്ന് മാറാൻ പറ്റിയൊരു സമയമാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ഇതിനേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടാൻ സാധ്യതയുള്ള കമ്പനികളിലോ മറ്റോ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ കുറച്ചധികം വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഹയർ പൊസിഷനിലേക്കും അപ്ലൈ ചെയ്യാം. ഉയർന്ന സ്ഥാനക്കയറ്റവും അതേപോലെ വരുമാന മാർഗത്തിലും ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിച്ചാൽ. അതുപോലെ തന്നെ നാട്ടിൽ ഒക്കെ ഉള്ളവർ വിദേശത്ത് പോയിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്ത് നന്നായിട്ട് സമ്പാദിക്കാൻ പറ്റും എന്ന് തോന്നുന്നവരെ സംബന്ധിച്ചിടത്തോളം വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതിന് പറ്റിയ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു സമയമാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൂടിയിട്ട് പറയുന്നു. 10 ഓഫ് ഫോൺസ് ഇൻ ഡെവിൾ മൊമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എല്ലാവരിലുമല്ല ഇതെടുത്ത് പറയുന്നു. കാരണം എല്ലാവരും ഒരുപോലെ, എല്ലാവരുടെയും ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പക്ഷെ ചില ആളുകൾ അതായത് നിങ്ങളെ മുതലെടുക്കുക എന്ന് ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ അച്ഛനമ്മമാരോ മക്കളോ ആയിരിക്കാം. അത്രയും നിങ്ങളുടെ പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയുന്ന ബന്ധം, ആ ഒരു ബന്ധത്തിൽ നിന്നാവാം മുതലെടുപ്പ്. കാരണം ചിലപ്പോൾ ചില ആളുകളുടെ പാരൻസ് അവർ മക്കൾക്ക് നല്ല ജോലി കാര്യങ്ങൾ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും മുന്നോട്ടേക്ക് പോകാനുണ്ടാവാം. പക്ഷെ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് മക്കളെ പിടിച്ചു വയ്ക്കുന്നുണ്ടാവും. അത് ചില ആളുകൾ പറയും അതങ്ങനെ അവരുടെ കടമയാണ് എന്നുള്ളത്. പക്ഷേ അത് അച്ഛനമ്മമാരെ നോക്കുക ആ ഒരു പ്രായമാകുമ്പോൾ എന്നുള്ളത് സ്വാഭാവികം. പക്ഷേ അവർക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടിയും സ്വാർത്ഥത കൊണ്ട് പിടിച്ചു വെക്കുന്ന സാഹചര്യത്തെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നോർമലായിട്ട് തീരെ വയ്യാത്ത പാരൻസിന് നോക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ മക്കളും തിരിച്ചും അച്ഛനമ്മമാരുടെ ധനം കണ്ടിട്ടോ അല്ലെങ്കിൽ അച്ഛനമ്മമാരെ മുതലെടുക്കുന്നു എന്തിനും ഏതിനും. ഇപ്പോൾ ജോലിയുള്ള ഒരു വ്യക്തിയാണെങ്കിലും പാരൻസിൻ്റെ കയ്യിൽ നിന്ന് സാമ്പത്തികമായിട്ട് ഓരോ കാര്യങ്ങൾ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നതോ ആയിട്ടുള്ള രീതിയിലും എന്തുമാവാം, ഈ രക്തബന്ധത്തിൽ നിന്നുള്ള ആ ഒരു മുതലെടുപ്പ് അത് നിങ്ങൾ മനസ്സിലാക്കുകയും അത് ഇനി അങ്ങോട്ടേക്ക് അങ്ങനെയല്ല വേണ്ടത് എന്നുള്ളൊരു ശക്തമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പല തരത്തിലുള്ളൊരു ബേർഡൻ നിങ്ങളുടെ മുകളിൽ നിന്ന് മാറുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ പറയാനുള്ള ചിലൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ ചില ബന്ധുക്കളോ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നുണ്ടാവാം. അവരുടെ കാര്യങ്ങൾ നോക്കാൻ ആളുകൾ ഉണ്ടായിട്ടും നിങ്ങളെ സമീപിക്കുന്നത് അത് എളുപ്പമായതുകൊണ്ടും നിങ്ങൾ ഏത് സമയത്തും എന്തിനും ഏതിനും മറ്റുള്ളവർക്ക് കൂടെ ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് കൊണ്ടും ആവാം. മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ല കാര്യം തന്നെ, പക്ഷേ സ്വന്തം നടുവൊടിക്കാതെ ആവണം അത് എന്നുള്ളത് എടുത്തു പറയുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ജീവിതം ആണ് പാഴായി പോകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അത് വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അതേപോലെ ഡെവിൾ എനർജി ആൻഡ് 6 ഓഫ് സോർട്സ് ആണ്. ചില ആളുകൾ നാട്ടിൽ ഒത്തിരി നാളുകളായിട്ട് നാട്ടിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് നാട്ടിൽ നിന്ന് മാറാൻ പറ്റിയ അവസരമുണ്ട്. ദുബായ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറബ് കൺട്രീസിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിലോ വേറെ എവിടെയെങ്കിലും മാറി ഒരു മാറ്റം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മറ്റൊരു സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ചു അവിടേക്ക് മാറി താമസിക്കാനുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു തണുപ്പുള്ള രാജ്യത്തേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ചധികം തണുപ്പൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറുന്ന സിറ്റുവേഷനുണ്ട്. അതേപോലെ ചില ആളുകൾ നിങ്ങളുടെ ധനസഹായം, മറ്റുള്ളവരിൽ ധനസഹായം ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ, സാമ്പത്തികമായിട്ട് പ്രതിസന്ധി അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റാത്ത സിറ്റുവേഷനിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് സംഘടനയുടെ ഭാഗത്തുനിന്നോ ഒരു ധനസഹായം നിങ്ങളെ തേടി വരുന്നുണ്ട്. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ രീതിയിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയോ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങാനുള്ള ഒരു എന്തെങ്കിലും സംഘടനയോടെയോ സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട്, സാമ്പത്തിക സഹായം ഇതൊക്കെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങാനുള്ള ഒരു അവസരം ഈ ഒരു മാസത്തിൽ ഒത്തുവരുന്നതായിട്ടുള്ളൊരു സൂചനയും കാണിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ജനറേഷനിലുള്ള ആളുകളും
ബിസിനസ് ഏറ്റെടുക്കാൻ ചാൻസസ് കുറവാണ്. അവർ മറ്റ് എന്തെങ്കിലും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ബിസിനസ് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷനും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.